ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചൂരക്കറി റെഡിയാക്കിയാലോ. അപ്പം മുറ്റത്ത് പോയിരുന്നായിരുന്നു മീൻ വെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്നേരം ഭയങ്കര മഴ പെയ്തത് കാരണം ഞാനിങ്ങ് എടുത്തിങ്ങ് പെരയ്ക്കകത്ത് കൊണ്ടുവന്നു കേട്ടോ. മുറിയിൽ കിച്ചണിൽ കൊണ്ടുവന്ന് നല്ലതുപോലെ തേച്ച് ഒത്തിരി പ്രാവശ്യം കഴുകിയാലും ഇതിൻ്റെ ചോരമയം മാറത്തില്ല. അപ്പോൾ ഒരു 10-15 പ്രാവശ്യം കഴുകണം, എന്നാലേ അതിൻ്റെ ചോരമയം മാറത്തുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇത് എന്തൊക്കെയാണ് എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചൂരക്കറിക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ചട്ടിയടുപ്പിൽ വെക്കുന്നതും അതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടുന്നതും ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെച്ചേക്കാൻ, അതായത് ഒരു ഫങ്ഷനൊക്കെ ഉള്ള ചൂരക്കറികൾ റെഡിയാക്കുകയാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല. പക്ഷേ ഇതിപ്പം നമുക്ക് വീട്ടിലേക്ക് 2 ദിവസത്തേക്ക് എനിക്ക് മോൾക്ക് മാത്രം എടുക്കാനുള്ളതായതുകൊണ്ട് ഞാനൊരു ശകലം മല്ലിപ്പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതാദ്യം കടുക് വറുത്ത് പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ, മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ. അതൊന്ന് നല്ലതുപോലെ ചട്ടി ചൂടായി നല്ല പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല, ശകലം വെള്ളം. അത്രയും ആ ഒരു പൊടി, ആ വറുത്ത് വെച്ച ആ പൊടിക്ക് മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ തിളപ്പിച്ച് ഒത്തിരി നേരം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഈ അരപ്പിനകത്ത് നല്ല എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ അരപ്പിൻ്റെ എല്ലാം പച്ചച്ചൊവ അങ്ങ് മാറും. പച്ചച്ചൊവ മാറിക്കഴിയുമ്പോൾ നമ്മൾ പുളി വെള്ളത്തിനകത്തിട്ട് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ പുളി തന്നെ വേറെ ഇച്ചിരി ഇത് ഒഴിക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. മറ്റേത് ഞാൻ അതിനകത്തുനിന്ന് പെറുക്കി വെച്ച് മാറ്റി വെച്ചിരുന്ന ഒരു ശകലം വെള്ളം വേറെ ഒഴിച്ചു വെച്ചിരുന്നത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും ഉപ്പിടുന്നതും. ഇപ്പം ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇടത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്താണ് ഈ അരപ്പ് വെള്ളം തിളയ്ക്കാതെ നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുത്താൽ അതിനൊരു വ്യത്യാസം വരും, ചാറിനും ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇടത്തുള്ളൂ. അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിൻ്റെ തല ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള പൂവെല്ലാം ഞാൻ വലിച്ച് പറിച്ച് കളഞ്ഞ് ബാക്കി അതെല്ലാം നല്ല വൃത്തിയായിട്ട് പുറമെല്ലാം ഒരേപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. നല്ല ക്ലീൻ ആക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം അടുപ്പയിലെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനി അവിടെ ഇരുന്ന് പാകമായി വന്നോളും. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ചൂരക്കറി വെക്കുന്നതെന്നുള്ളതിൻ്റെ എനിക്കൊന്ന് കമൻറ്റ് ഇട്ട് തരണം. ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കണം, സൂപ്പറായിരിക്കും. അതുപോലെ കുരുമുളക് പൊടി ഇടാൻ എനിക്ക് ഒരു ശകലം ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ശകലമല്ല, ഞാൻ മറന്നുപോയി, കുരുമുളക് പൊടി ഇടാനായിട്ട് ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ കുഴപ്പമില്ല, അതിന് പച്ചച്ചവയൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഞാൻ കുരുമുളക് വാങ്ങിച്ചുകൊണ്ട് വന്ന് നല്ലതുപോലെ കഴുകി വെയിലത്തിട്ട് ഉണക്കി അടുപ്പിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ കുരുമുളക് പൊടിച്ച് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി താമസിച്ചിട്ടാലും അതിന് പച്ചച്ചവയൊന്നും വരത്തില്ല. അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു 2 കഷ്ണം എടുത്ത് എൻ്റെ ലച്ചുമോന് മാത്രം വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിനിടയ്ക്കൊന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്തത് എൻ്റെ ലച്ചുവാണ്. അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് മോനെ ഇതൊന്ന് റെഡിയാക്കിയതെന്ന് പറഞ്ഞത്. അപ്പോൾ അവളാണ് ഇതെല്ലാം റെഡിയാക്കി എഡിറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ മീൻ ചട്ടി വറക്കുന്ന അപ്പച്ചട്ടിക്കകത്താണ് ഞാൻ മീൻ വറക്കുന്നത്. അപ്പച്ചട്ടി എനിക്ക് അപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി വേറെയുണ്ട്. പക്ഷേ ഇങ്ങനെ ചെറിയ മീനൊക്കെ ചെറിയ രീതിയിൽ 2, 3, 4 കഷ്ണം വീതം വറക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ അപ്പച്ചട്ടി കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ കറിയും റെഡിയായി, നമ്മുടെ വറുത്ത മീനും റെഡിയായിട്ടുണ്ട്. നല്ല ചോറ് വിളമ്പി നല്ല അടിപൊളി ഒരു ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. ചമ്മന്തി മസ്റ്റാണ്, അതുകൊണ്ടാണ് ചമ്മന്തി ഒഴിവാക്കാത്തത്. മുളക് ചമ്മന്തിയുണ്ട്, വെള്ളച്ചമ്മന്തിയുണ്ട്, മീൻ വറുത്തതും വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ഇതുപോലാണോ നിങ്ങളെല്ലാവരും ചൂരക്കറി തയ്യാറാക്കുന്നത് ഇങ്ങനെയാണോ എന്ന് എനിക്കൊന്ന് കമൻറ്റിലൂടെ തരണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചെറുതായിട്ട് വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും ഈ വീഡിയോ കാണണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.